ഹായ് ഫ്രണ്ട്സ്, പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഴ്ചയ്ക്ക് ശേഷം ഇന്ന് നിഫ്റ്റി ഒന്ന് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 0.72% അപ്പായിട്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഫിനാൻഷ്യൽ സർവീസും ഏകദേശം 1% അടുത്ത് അപ്പായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് 1% ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ US റെസിപ്രോക്കൽ താരിഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും തുടർന്നുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കത് കണ്ടിരുന്നതിനെ കാണേണ്ടി വരും. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2148 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ താഴോട്ട് പോയത് 757 സ്റ്റോക്കുകളാണ്. ഹെസ്റ്റർ ബയോ, സ്റ്റൈൽ ബസാർ പോലുള്ള സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സിൽ വന്നപ്പോൾ ടോപ്പ് ലോസേഴ്സിൽ വന്നത് പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. PSB, സെൻട്രൽ ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളാണ് ടോപ്പ് ലോസേഴ്സിൽ ഏറ്റവും മുകളിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ടാരിഫുമായി ബന്ധപ്പെട്ട ന്യൂസ് തന്നെയാണ് ആദ്യം പറയാൻ പോകുന്നത്. റെസിപ്രോക്കൽ ടാരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ്. ഇന്ത്യൻ ഫാർമ സെക്ടർ ഏകദേശം 35% ടാരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് 10% റെസിപ്രോക്കൽ ടാരിഫും 25% ഫാർമയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാരിഫും ഏർപ്പെടുത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്ത്യൻ ഫാർമ കമ്പനികളിൽ പെട്ടെന്ന് ബാധിക്കുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ടും അവരുടെ നമ്പേഴ്സിനെ ഭാവിയിൽ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. മിക്കവാറും കമ്പനീസ് ഈ ഒരു ടാരിഫ് അവരുടെ കസ്റ്റമേഴ്സിന് പാസ് ചെയ്യും. ഇനി ഈ ഒരു റെസിപ്രോക്കൽ ടാരിഫ് 10% താഴെയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മിക്കവാറും. പക്ഷേ 10 കൂടുതലാണെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇന്ത്യൻ കമ്പനീസിൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് നല്ലൊരു റിസ്ക് നേരിടുന്നുണ്ട്. കാരണം അവർ വളരെ വലിയൊരു പെർസെൻറ്റേജും US ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ബിസിനസ് ഉള്ളത്. സൺഫാമയ്ക്ക് അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സിപ്ലയുടെ ഏകദേശം 25 മുതൽ 30% റവന്യൂയും US സൈറ്റിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ താരിഫ് കൊണ്ടുള്ള എഫക്റ്റ് വലിയ രീതിയിൽ ഉണ്ടാവില്ല. ലൂപ്പിനിലും ചെറിയ US പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. 6 മുതൽ 7% സെയിൽസ് അതിൽ നിന്നാണ് വരുന്നത്. പക്ഷേ സൈഡസ് ലൈഫ് സയൻസ് US നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ US പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ താരിഫ് അവരെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഓറലിൻ്റെ ഫാർമയായാലും അവർക്ക് US ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒട്ടുമിക്ക കമ്പനികളെയും ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു ടാരിഫ് ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മിക്കവാറും കമ്പനികൾ ഈ ഒരു എഫക്റ്റ് കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ മിക്ക കമ്പനികളും അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ്, യൂറോപ്യൻ യൂണിയൻ കാർബൺ റെഗുലേഷൻസ് ടൈറ്റൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ എക്സ്പോർട്ടിനെ അത് ബാധിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ സ്റ്റീൽ എക്സ്പോർട്ട് ഏകദേശം 25% യൂറോപ്യൻ യൂണിയനിലേക്കാണ്. കാർബൺ എമിഷൻസ് ബേസ് ചെയ്തിട്ട് അതൊരു കാർബൺ കോസ്റ്റ് അവരുടെ പ്രൊഡക്റ്റിൽ ഏർപ്പെടുത്താൻ ഭാവിയിൽ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ സ്റ്റീൽ പ്രൊഡക്ഷൻ ഹൈ കാർബൺ എമിഷൻ ബിസിനസ്സാണ്. അവർക്ക് വലിയ രീതിയിൽ അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുമില്ല ഇതുവരെയായിട്ട്. 2034 ആവുന്നതോടുകൂടി ഈ ഒരു കാർബൺ ലെവി ഏകദേശം $397 പെർ ടൺ ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റീൽ മാർക്കറ്റിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സ്പോർട്ടിനെ വലിയ രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സ്റ്റീലുകൾക്ക് ഏകദേശം ഒരു ടണ്ണിന് $80 വരെ ഈ ഒരു സർചാർജ് വരാൻ സാധ്യതയുണ്ട് 2030 അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയ, തുർക്കി പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ കമ്പനികൾ ഇപ്പോഴും സ്റ്റീൽ പ്രൊഡക്ഷന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കൽക്കരി തന്നെയാണ്. അതിൽ നിന്ന് ഗ്രീൻ ഹൈഡ്രജന്, നാച്ചുറൽ ഗ്യാസിലേക്ക് ഉള്ള മാറ്റം അത് സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് പല ഇനിഷ്യേറ്റീവ്സ് നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു പ്രതീക്ഷിച്ച സ്പീഡ് അതിൽ വരുന്നില്ല. പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളായ ടാറ്റ സ്റ്റീൽ, JSW, ജിൻഡാൽ സ്റ്റീൽ, സെയിൽ ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം റിന്യൂവബിൾ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർബൺ പ്രിൻറ്റ് കുറക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീലായാലും JSW സ്റ്റീലായാലും ഓൾറെഡി അതിനു വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് എടുത്തു കഴിഞ്ഞു. 10 വർഷത്തിൽ ഏകദേശം ഈ ഒരു കാർബൺ ഫുട് പ്രിൻറ്റ് ഏകദേശം 43% കുറക്കുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിനേക്കാളും വളരെ കുറവാണ്. ഈ എമിഷൻസ് കുറക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ 2034 ഏകദേശം ഒരു ടണ്ണിൽ $116 കാർബൺ ടാക്സ് ഏർപ്പെടുത്തുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഇന്നലെ പറഞ്ഞ ഓട്ടോ സെയിൽസിൻ്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ പറയാൻ വിട്ടുപോയ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ടാറ്റ മോട്ടോഴ്സ് ആണ്. അവരുടെ Q4 2025 ഡാറ്റ അവർ ടോട്ടൽ സെല് ചെയ്തത് 2,52,642 യൂണിറ്റായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം Q4 അവർ 2,65,90 യൂണിറ്റ് വിറ്റിരുന്നു. ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. കറണ്ട് ഡാറ്റ അനുസരിച്ച് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കാർ മേക്കറാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്. ഇനി മീഡിയം ആൻഡ് ഹെവി വെഹിക്കിൾസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ മാർച്ച് 2025 20,474 യൂണിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ട് അവർ. കഴിഞ്ഞ വർഷം മാർച്ച് 2024 അത് 19,976 ആയിരുന്നു. ഇനി ക്വാർട്ടർ സെയിൽസ് നോക്കുകയാണെങ്കിലും അവിടെയും വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത് 51,551 യൂണിറ്റാണ്. കഴിഞ്ഞ വർഷം അതേ ക്വാർട്ടറിൽ 50,643 യൂണിറ്റ് ആയിരുന്നു. പറഞ്ഞ ഡൊമസ്റ്റിക് സെയിൽസ് ആണ്. ഇനി ഇൻ്റർനാഷണൽ സെയിൽസ് കൂടി കൂട്ടുമ്പോഴും ആ ഒരു വളർച്ച നമുക്കതിൽ കാണാൻ പറ്റും.
അതായത് മാർച്ച് ഡാറ്റ മാത്രം നോക്കുകയാണെങ്കിൽ 21,276 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഡാറ്റ നോക്കുകയാണെങ്കിലും 53,995 യൂണിറ്റ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത്. ഇനി പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വരികയാണെങ്കിലും 5,56,268 യൂണിറ്റ് സെൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 64,726 യൂണിറ്റ്സ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. SUV ആണ് അവരുടെ സെയിൽസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശതമാനം വരുന്നത്. ടോട്ടൽ സെയിൽസിൻ്റെ 55% SUVs ആണ് വരുന്നത്. CNG സെഗ്മെൻ്റ് ആയാലും ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻ്റ് ആയാലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 SUV ആയിട്ട് ടാറ്റ പഞ്ച് മാറിയിട്ടുണ്ട്. അടുത്ത TVS മോട്ടോഴ്സിൻ്റെ നമ്പേഴ്സാണ്. അവരുടെ മാർച്ച് 2025 ടോട്ടൽ സെയിൽസ് 4,14,687 യൂണിറ്റ് ആയിരുന്നു. 17% ഗ്രോത്ത് ഉണ്ട് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ. ഇനി ക്വാർട്ടർ സെയിൽസ് നോക്കുകയാണെങ്കിൽ 1.18 മില്യൺ യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. അവിടെയും 14% ഗ്രോത്ത് ഉണ്ട്. ഇനി ഇയർലി ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിലും 4.74 മില്യൺ യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്. അവിടെയും 13% ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി 2 വീലർ സെഗ്മെൻറ്റിലും 16% ഗ്രോത്ത് കാണുന്നുണ്ട്. അതിൽ ഡൊമസ്റ്റിക് സെഗ്മെൻറ്റിൽ 14% ഗ്രോത്ത് ഉണ്ട്. ഇനി സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മോട്ടോർ സൈക്കിൾസിൽ 15% ഗ്രോത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. സ്കൂട്ടർ സെഗ്മെൻറ്റിൽ 27% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ മാർച്ച് 2025 26,935 യൂണിറ്റ്സ് സെൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 77% ഗ്രോത്താണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഏകദേശം 15,250 യൂണിറ്റ് മാത്രമാണ് അവർ സെൽ ചെയ്തിരുന്നത്. ഇനി എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ 23% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 വീലർ എക്സ്പോർട്ടിൽ 22% ഗ്രോത്തും 3 വീലേഴ്സിൻ്റെ എക്സ്പോർട്ടിൽ 44% ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി ഫുൾ ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും 2 വീലേഴ്സിൽ 12% ഗ്രോത്ത് ഉണ്ട്. 3 വീലേഴ്സ് 1,35,000 യൂണിറ്റോളം അവർ സെൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ അത് ചെറിയ രീതിയിൽ കുറവാണ്. കഴിഞ്ഞ വർഷം അത് 1,46,000 യൂണിറ്റ് സെൽ ചെയ്തിരുന്നു. പക്ഷേ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പോർട്ട് 1.195 മില്യൺ യൂണിറ്റ്സ് ആയിട്ടുണ്ട്. ഏകദേശം 18% വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് ഹ്യുണ്ടായ് മോട്ടോഴ്സിൻ്റെ നമ്പേഴ്സാണ്. ടോട്ടൽ സെയിൽസിൽ വലിയൊരു ഗ്രോത്ത് ഹ്യുണ്ടായ് മോട്ടോഴ്സിൽ കാണാൻ പറ്റിയിട്ടില്ല. മാർച്ച് 2025 ഏകദേശം 67,320 യൂണിറ്റാണ് സെൽ ചെയ്തത്. വെറും 2.6% ഗ്രോത്താണ് അതിൽ കാണാൻ പറ്റിയത്. ഇനി ഇയർലി ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിലും 7,62,052 യൂണിറ്റാണ് അവർ സെൽ ചെയ്തത്. ഇതിൽ തന്നെ ഡൊമസ്റ്റിക് സെയിൽസിൽ ഏകദേശം 68.5% സെൽ ചെയ്ത വെഹിക്കിൾസും SUVs ആണ്. അതിൽ തന്നെ ഹ്യുണ്ടായ് ക്രെറ്റ ആണ് അവർ ഏറ്റവും നല്ല പെർഫോമറായിട്ട് മാറിയത്. ഏകദേശം 52,898 യൂണിറ്റ് Q4 2025 അവർ സെൽ ചെയ്തിട്ടുണ്ട്. ഇനി Q3 ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 1,161 കോടിയാണ്. ഏകദേശം 19% താഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ടോട്ടൽ ഇൻകമോ 17,244 കോടിയിൽ നിന്ന് 16,892 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. റവന്യൂവും ഏകദേശം 1.34 കോടിയുടെ കുറവുണ്ട്.